അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് 2ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം എന്നുള്ള വിഷയത്തിൽ വന്ന ചോദ്യപേപ്പറുകളാണ്. അപ്പം വീഡിയോ മുഴുവനായിട്ടും കാണുക. ഒരുപാട് ഉപകാരങ്ങളുണ്ടാവും. കുട്ടികൾക്ക് പരീക്ഷ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നേടാൻ വേണ്ടി വീഡിയോ മുഴുവനായിട്ടും കാണുക. അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നാലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് ഓരോ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് വരുന്നത് കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്താനുള്ള ചോദ്യങ്ങളായിരിക്കും. നമുക്ക് ഓരോന്ന് വായിച്ച് നോക്കാം. അസ്വലാത്തു ഖൈറും മിനൻ നൗം എന്ന് ഉറക്കിനേക്കാൾ ഉത്തമമാണ്. എന്താണത്? നോമ്പ്, നിസ്കാരം, വുളൂ. എന്തിനെക്കുറിച്ചാണ് അങ്ങനെ പറഞ്ഞത്? നിസ്കാരത്തെക്കുറിച്ചാണ് അങ്ങനെ പറഞ്ഞത് അല്ലേ? നിസ്കാരത്തെക്കുറിച്ചാണ് ഉറക്കിനേക്കാൾ നല്ലതാണ് എന്ന് പറഞ്ഞത് അല്ലേ? പിന്നെ അടുത്തൊരു ചോദ്യം നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ ഉമ്മാൻ്റെ ഉപ്പാനെ കുറിച്ചാണ്. ആരാണത്? അബ്ദുൽ മുത്തലിബ്, അബ്ദുള്ള, വഹബ്. ആരാണ് അബ്ദുൽ മുത്തലിബ്? ആരാണ് അബ്ദുള്ള? ആരാണെന്നൊക്കെ നമുക്ക് അറിയാമല്ലേ? വഹബാണ് ഉമ്മയുടെ ഉപ്പ, അതായത് ആമിന ബീവിയുടെ ഉപ്പാനെ കുറിച്ചാണ് ചോദ്യം കേട്ടോ. അടുത്തത് സ്വർഗത്തിലെ 2 വാതിലുകൾ. സ്വർഗത്തിലെ 2 വാതിലുകൾ ആരൊക്കെയാണ്? കൂട്ടുകാർ, മാതാപിതാക്കൾ, ഉസ്താദുമാർ. ആരാണ്? മാതാപിതാക്കളെക്കുറിച്ചാണ് സ്വർഗത്തിലെ 2 വാതിലുകൾ എന്ന് പറഞ്ഞത് അല്ലേ? അടുത്ത ചോദ്യം, നിസ്കാരത്തിൻ്റെ 2ാം റക്അത്തിൽ സുജൂദുകൾക്ക് ശേഷം ഓതണം. ഓതേണ്ടത്? ഫാത്തിഹ ഓതണം, ദുആഉൽ ഇഫ്തിതാഹ് ഓതണം എന്ന് പറഞ്ഞാൽ വജ്ജഹ്തു അത്തഹിയ്യാത്ത് ഓതണം. എന്താണ്? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ കേട്ടോ. കിട്ടുന്നുണ്ടോ എന്ന് നോക്കൂ. കുട്ടികളുടെ അടുത്തുണ്ടെങ്കിൽ കിട്ടുമെന്നൊന്ന് പറഞ്ഞു നോക്കൂ. എന്താണ്? അത്തഹിയ്യാത്ത് ഓതേണ്ടത് അല്ലേ? നിസ്കാരത്തിൻ്റെ 2ാം റക്അത്തിൽ സുജൂദുകൾക്ക് ശേഷമാണ് പറഞ്ഞത്. അപ്പോൾ 2 റക്അത്ത് കഴിഞ്ഞ് അതിൻ്റെ 2 റക്അത്ത് കഴിഞ്ഞ് അതിൻ്റെ സുജൂദും കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിൻ്റെ അവിടെയാണല്ലേ? അപ്പോൾ അവിടെയാണ് നമ്മൾ അത്തഹിയ്യാത്തിൽ ഇരിക്കാറുള്ളത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? നമ്മൾ അത്തഹിയ്യാത്ത് ഓതണം അല്ലേ? അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാമല്ലോ അല്ലേ? അടുത്തത് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു അറിവ് നേടാൻ പോയ ഒരു സ്ഥലം. എവിടേക്കാണ് അറിവ് നേടാൻ വേണ്ടി പോയത്? ജീലാനിലേക്കാണ്, യമനിലേക്കാണ്, ബാഗ്ദാദിലേക്കാണ്. എവിടേക്കാണ് പോയത്? പറഞ്ഞു നോക്കൂ. ബാഗ്ദാദിലേക്കാണ് പോയത് അല്ലേ? നമുക്ക് 10 ചോദ്യങ്ങളാണ് ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് വായിച്ച് നോക്കാം. ഞാൻ കഅബ പൊളിക്കാൻ വന്നതാണ്. ഇതാര് പറഞ്ഞതാണ്? അബ്രഹത്ത് പറഞ്ഞു, അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, അബ്ദുള്ള പറഞ്ഞു. ആരാ പറഞ്ഞത്? അബ്രഹത്താണ് പറഞ്ഞത് അല്ലേ? ആ സമയത്ത് അബ്ദുൽ മുത്തലിബ് അവിടുന്ന് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഓർമ്മയിൽ വെക്കണം കേട്ടോ. അടുത്ത ചോദ്യം, ദീനിൻ്റെ തൂണാണ്. ഏതാ ദീനിൻ്റെ തൂണ്? സ്വലാത്ത്, അൽ മസ്ജിദ്, അൽ മദ്രസ. എന്താണ്? അസ്വലാത്തു ഇമാദുദ്ദീൻ എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ്? ദീനിൻ്റെ തൂണാണ് സ്വലാത്ത്, നിസ്കാരം. പിന്നെ നമുക്ക് കളിക്കാം എന്നാണ് അർത്ഥം. എന്താണ്? നഷ്റബു, നഫ്ഹമു, നൽഅബു. എന്താണ് കളിക്കുക എന്നുള്ളതിൻ്റെ അറബി? നഷ്റബു പറഞ്ഞാൽ നമുക്ക് കുടിക്കുക എന്നാണല്ലേ? നഫ്ഹം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. നെൽഅബ് പറഞ്ഞാൽ നമുക്ക് കളിക്കാം. അപ്പം നെൽഅബ് എന്നുള്ളതാണ് ശരി കേട്ടോ. അടുത്തത് ജാബിറുൻ വലതുൻ സ്വാലിഹത്തുൻ മുഅല്ലിമത്തുൻ സ്വാലിഹുൻ. എന്താണ്? ജാബിർ എന്നുള്ളത് ഒരു പുല്ലിംഗ് ആയതുകൊണ്ട് ഈ താവ് ഇവിടെ വരില്ല കേട്ടോ. അപ്പോൾ പുല്ലിംഗ് ആയതുകൊണ്ട് സ്വാലിഹുൻ എന്നേ പറയുള്ളൂ. അപ്പോൾ ജാബിറുൻ വലതുൻ സ്വാലിഹുൻ. ആ ഒരു സംഭവം നമ്മളുണ്ടല്ലോ, ജാബിറുൻ വലതുൻ സ്വാലിഹുൻ. ജാബിർ നല്ല കുട്ടിയാണെന്നുള്ളതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ജാബിർ പാട്ടിന് മുഹമ്മദ് വലതുൻ മുഹമ്മദ് നല്ല കുട്ടിയാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പേര് ഇരുന്നിട്ട് ആ പേരിലുള്ള ആൾ നല്ല കുട്ടിയാണ് തന്നെ പറയാമെന്നുള്ളതൊക്കെ ചോദിക്കാം. അപ്പോൾ നമ്മൾ കൂട്ടത്തിലും പഠിച്ച് വെക്കാം കേട്ടോ. അടുത്ത ചോദ്യം, പല്ലുകൾ എന്നാണ് അർത്ഥം. പല്ലുകൾ അസ്നാനുൻ, ലിസാന്, സിവാക്ക്. എന്താണ് പല്ലിൻ്റെ അറബി? അസ്നാൻ എന്നാണ് പറയല്ലേ? ലിസാൻ, സിവാക്ക് എന്തൊക്കെ നമുക്ക് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഇതേ രൂപത്തിലാണ് 10 ചോദ്യങ്ങളാണ് നമുക്ക് ടിക്ക് മാർക്ക് ഇടാൻ ഉണ്ടാവുക. അപ്പോൾ അതേ രൂപത്തിൽ മറ്റൊരു ചോദ്യ പേപ്പറിൽ വന്ന ചോദ്യം നമുക്ക് പരിശോധിച്ച് നോക്കാം. ടിക്ക് മാർക്ക് ഇടാനുള്ള ചോദ്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ പേരെന്താണെന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മൻ്റെ പേരെന്താ? ഹലീമ റളിയല്ലാഹു അൻഹ, ഖദീജ റളിയല്ലാഹു അൻഹ, ആമിന റളിയല്ലാഹു അൻഹ. എന്താണ്? ആമിന റളിയല്ലാഹു അൻഹ ഉമ്മൻ്റെ പേരിലെ. ഖദീജ റളിയല്ലാഹു അൻഹ ആരാണ്? ഹലീമ ബീവി ആരാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അടുത്ത ചോദ്യം, എൻ്റെ കയ്യിൽ സ്വർണ്ണമുണ്ടെന്ന് കൊള്ളക്കാരോട് സത്യം പറഞ്ഞതാരാ? ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു, അബ്ദുൽ മുത്തലിബ്, അബ്രഹത്ത്. ആരാണ്? ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ആണല്ലേ? നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. അടുത്തത് സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി എന്ന് 3 തവണ ചൊല്ലണം. എവിടെ ചൊല്ലേണ്ടത്? ഇഅ്തിദാലിലാണ്, റുകൂഇലാണ്, സുജൂദിലാണ്. എവിടെയാണ് ചൊല്ലേണ്ടത്?
സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി ആണ് കേട്ടോ. അഅ്ല വബിഹംദിഹി ആകുമ്പോൾ എവിടെ ചൊല്ലേണ്ടത്? സുജൂദിലാണ് ചൊല്ലേണ്ടത് അല്ലേ. റുക്കോയിൽ എന്താ ചൊല്ലേണ്ടത്? സുബ്ഹാന റബ്ബിയൽ അളീമാണ്. രണ്ടും മാറിപ്പോകരുത് കേട്ടോ. അടുത്തത്, നന്മ ചെയ്തവർക്ക് അള്ളാഹു തആല നൽകും. എന്താ കൊടുക്കുക? സ്വർഗം, ശിക്ഷ, നരകം. ഒന്നാമത്തെ പാഠത്തിൽ തന്നെ നമ്മൾ പഠിച്ച കാര്യമാണ്. എന്താണ്? സ്വർഗം കൊടുക്കുകയാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ നന്മ ചെയ്ത ആളുകൾക്ക് സ്വർഗം കൊടുക്കും. പിന്നെ രണ്ടാം റക്അത്തിലെ ഇഅ്തിദാലിൽ കുനൂത്ത് ഓതേണ്ട നിസ്കാരം ഏതാ? ഏത് നിസ്കാരത്തിലാണ് കുനൂത്തുള്ളത്? മഗ്രിബിൽ, ളുഹ്റിൽ, സുബഹിൽ. നിങ്ങൾക്ക് നിസ്കരിക്കേണ്ടോ? നിസ്കരിക്കുമ്പോൾ കുനൂത്ത് ഓതാറുണ്ടോ? ഏത് നിസ്കാരത്തിലാണ് കുനൂത്ത് ഓതാറുള്ളത്? സുബഹി നിസ്കാരത്തിലാണല്ലേ. സുബഹി നിസ്കാരത്തിലാണ് കുനൂത്ത് ഓതേണ്ടത്. അപ്പോൾ ഇനി അടുത്ത 5 ചോദ്യങ്ങൾ കൂടി നമുക്ക് പരിശോധിച്ച് നോക്കാം. എന്താണ് ഈമാൻ കാര്യങ്ങൾ? ഈമാൻ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അത് എത്രണ്ണമാണ്? 4 എണ്ണമാണ്, 5 എണ്ണമാണ്, 6 എണ്ണമാണ്. എത്ര ഈമാൻ കാര്യങ്ങളത്? ഈമാൻ കാര്യം എത്ര? 6 എണ്ണമാണല്ലേ. 6 എണ്ണമാണ്. അപ്പോൾ അത് ഈമാൻ കാര്യം ഇസ്ലാം കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുതേ. ഇനി അടുത്ത ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം ഏതാണുള്ളതാണ്? ഏത് ദിവസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്? വെള്ളിയാഴ്ച, വ്യാഴാഴ്ച, തിങ്കളാഴ്ച. ഇതൊക്കെ നിങ്ങൾ പറഞ്ഞു നോക്കട്ടെ. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കണം. കാരണം നിങ്ങൾക്ക് നമ്മൾ ടിക്കറ്റ് ഇട്ട് നിങ്ങൾ പഠിക്കുകയല്ല വേണ്ടത്. നിങ്ങൾ പഠിച്ചിട്ട് ഇത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്? പറഞ്ഞു നോക്കൂ. തിങ്കളാഴ്ചയാണല്ലേ. തിങ്കളാഴ്ചയാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ഉസ്താദിനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം, നടക്കണം, ഇരിക്കണം. എന്താ വേണ്ടത്? ബഹുമാന സൂചകമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എഴുന്നേറ്റ് നിൽക്കണം അല്ലേ. അപ്പോൾ അതാണ് ശരി. അടുത്തത്, നമുക്ക് കളിക്കാം എന്നാണ് അർത്ഥം. എന്താ അതിൻ്റെ അറബി? നൽഅബു, നംറഹു, നജ്ലിസു. എന്താണ്? നേരത്തെ നമ്മൾ പറഞ്ഞ തന്നെയാണല്ലോ. മറ്റേ ചോദ്യപേപ്പറിൽ നമ്മൾ കണ്ടതാണ്. നൽഅബു എന്നുള്ളതാണ് ശരി കേട്ടോ. അടുത്ത ചോദ്യം എന്താണ്? ജാബിറുൻ വലതുൻ, സ്വാലിഹത്തുൻ, സ്വാലിഹുൻ, സ്വഗീറത്തുൻ. നേരത്തെ നമ്മൾ പറഞ്ഞാണല്ലേ. എന്താണ്? ഈ താവ് വരില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണല്ലേ. ഈ താവ് എന്തുണ്ടാവില്ല? ജാബിർ പുല്ലിംഗ് ആയതുകൊണ്ട് താവ് ഉണ്ടാവില്ല. അപ്പം സ്വാലിഹുൻ എന്നതാണ് ശരി. അപ്പോൾ ഈ രൂപത്തിൽ എന്താണ് ടിക്ക് മാർക്ക് ഇടാനുള്ള ചോദ്യങ്ങൾ ഒരുപാട് വരും. അപ്പോൾ നമ്മൾ ഈ രൂപത്തിൽ പാഠങ്ങളിൽ നിന്ന് ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് വരുന്ന ചോദ്യങ്ങൾ ചേരുംപടി ചേർക്കുക എന്നുള്ള ചോദ്യമാണ്. ശരിയായ രൂപത്തിൽ നമ്മൾ അവിടെ എന്താണ് ഈ ലെറ്ററുകൾ എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോന്ന് വായിച്ചു നോക്കാം. അല്ലാഹുമ്മ ഹ്ദിന, ഫലക്കൽ ഹംദു, അല്ലാഹുമ്മ ഗ്ഫിർ ദുനൂബി, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അസ്സലാമു അലൈക. ഇങ്ങനെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ വഫ്തഹ്ലി അബ്വാബ റഹ്മതിക മിൻ അദാബിൽ ഖബ്ർ അയ്യുഹൻ നബിയു അലാമാ ഖളൈത ഫീമൻ ഹദൈത. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് ഓരോ ദിക്റും ദുആകളും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ബാക്കിയാണ് പുറത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കൃത്യമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ഓരോന്ന് വായിച്ചു നോക്കാം. അല്ലാഹുമ്മ ഹ്ദിന, അതിൻ്റെ വാക്യം എന്താ? അല്ലാഹുമ്മ ഹ്ദിന നമുക്ക് കാണാൻ കിട്ടണമാണല്ലേ. അല്ലാഹുമ്മ ഹ്ദിന ഫീമൻ ഹദൈത് അല്ലേ. അല്ലാഹുമ്മ ഹ്ദിന ഫീമൻ ഹദൈത്. അപ്പോൾ നമ്മളിവിടെ ഈ എന്ന് എഴുതി കൊടുക്കുന്നു. ഇവിടെയുള്ള ഈ അക്ഷരമാണ് ഇവിടെ നമ്മൾ ശരിയായത് അതിൻ്റെ നേരെ എഴുതി കൊടുക്കണം വേണ്ട കേട്ടോ. ഈ നമ്മളവിടെ എഴുതി കൊടുക്കുന്നു. അടുത്ത എന്താ? ഫലക്കൽ ഹംദു. ഫലക്കൽ ഹംദു എന്താ? ഫലക്കൽ ഹംദു അതിൻ്റെ ബാക്കി എന്താ? അലാമ ഖളൈത്ത് അല്ലേ. ഫലക്കൽ ഹംദു അലാമ ഖളൈത്ത് എന്നുള്ളതാണ് ശരി. അപ്പോൾ ഡി എന്നാണ് ഇവിടെ നമ്മളിവിടെ എഴുതി കൊടുക്കുന്നു. അടുത്ത എന്താ? അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി. അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. എന്താണ് അതിൻ്റെ ബാക്കി? അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി വഫ്തഹ്ലി അബ്വാബ റഹ്മതിക്കല്ലേ. വഫ്തഹ്ലി അബ്വാബ റഹ്മതിക്ക. അപ്പോൾ നമ്മളിവിടെ എന്ന് എഴുതി കൊടുക്കുന്നു. ഇത് കുട്ടികളെ എഴുതി ശീലിക്കാനുണ്ടോ ഗുണം. ഇവിടെ നമ്മൾ ശരിയായിട്ട് നമുക്ക് അറിയണത് പോലും നമ്മൾ ഇവിടെ എഴുതി കൊടുക്കുന്നത് തെറ്റിയാൽ മാർക്ക് പോകും. അപ്പോൾ അത് നമ്മൾ കുട്ടികളെ ഇത് പരിശീലിപ്പിക്കേണ്ടതാണ് കേട്ടോ. അടുത്ത എന്താണ്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക. എന്താണ്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക എന്താണ്? മിൻ അദാബിൽ ഖബ്ർ അല്ലേ. ഖബർ ശിക്ഷയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? നിന്നോട് കാവൽ തേടുന്നു. അപ്പോൾ എന്താണ് എഴുതിയിട്ട്? ബി എന്ന് എഴുതി കൊടുക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി. അടുത്ത എന്താണ്? അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി മറ്റൊരു ചോദ്യ പേപ്പറിലുള്ള ചേരുംപടി ചേർക്കുക എന്നുള്ള ഭാഗം നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്താണ്? സ്വർഗത്തിലെ 2 വാതിലുകൾ, അറിവ് പഠിപ്പിച്ചു തരുന്നവർ, എല്ലാം അറിയുന്നവൻ, കഅബ സംരക്ഷിക്കാൻ അല്ലാഹു തആല അയച്ചു, നബിദിനം ആഘോഷിക്കുന്നു. ഈ ഭാഗത്ത് ഉസ്താദുമാർ, അല്ലാഹു തആല, ലോക മുസ്ലിങ്ങൾ, മാതാപിതാക്കൾ, പക്ഷികൾ എന്നിങ്ങനെയുണ്ട്. ഇവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ശരിയായിട്ടാണ് ചെയ്യണമെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ സ്വർഗത്തിൻ്റെ 2 വാതിലുകൾ എന്നാരെക്കുറിച്ചാണ് പറഞ്ഞത്? പറഞ്ഞു നോക്കൂ. മാതാപിതാക്കളെ കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലേ. അപ്പോൾ മാതാപിതാക്കളുടെ നേരെയുള്ളത് ഇവിടെ ഡി ആണ്. അപ്പോൾ ഡി എന്ന് നമ്മൾ ഇതിൻ്റെ നേരെ എഴുതി കൊടുക്കുക.
രണ്ടാമത്തെ എന്താണ്? അറിവ് പഠിപ്പിച്ചു തരുന്നവർ. ആരാ നമുക്ക് അറിവ് പഠിപ്പിച്ചു തരുന്നത്? ഉസ്താദുമാരാണ് നമുക്ക് അറിവ് പഠിപ്പിച്ചു തരുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ നേരെയുള്ളത് എ എന്നാണ്. എ എന്നതിന് നമ്മൾ ഇവിടെ എഴുതി കൊടുക്കുന്നു കേട്ടോ. പിന്നെ അടുത്ത എന്താ? എല്ലാം അറിയുന്നവൻ. എല്ലാം അറിയുന്നവൻ ആരാ? അവിടെ ഉണ്ട് ഉത്തരം. ആരാണ്? അള്ളാഹു ആണല്ലേ. അപ്പോൾ ഇവിടെ ബി ആണുള്ളത്. ബി എന്നുള്ളത് നമ്മൾ ഇവിടെ എഴുതി കൊടുക്കുന്നു. അടുത്ത എന്താ ചോദ്യം? പിന്നെ കഅബ സംരക്ഷിക്കാൻ അള്ളാഹു തആല അയച്ചു. ആരെയാണ് കഅബ സംരക്ഷിക്കാൻ അള്ളാഹു തആല അയച്ചത്? പക്ഷികളാണല്ലേ. മുസ്ലിം മക്കൾ ഹജ്ജിന് പോകും മക്ക എന്നൊരു ദേശത്ത്, കഅബ പൊളിക്കാനായി വരുന്നു യമനിലെ രാജൻ അബ്രഹത്ത്. ആനകളും കുറേ ആളുകളൊത്ത് മക്കയിലെത്താൻ നേരത്ത്, കുഞ്ഞിക്കല്ലുകളേന്തിയ ബാബിൽ കുരുവികളെത്തി മാനത്ത്. തായോട്ടെറിയും കല്ലുകൾ തലയിൽ വീണവരെല്ലാം മയ്യത്ത്, കഅബ സുരക്ഷിതമെന്നും ഇന്നും എല്ലാം റബ്ബിൻ കുതിരത്ത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ എന്താണ്? പക്ഷികളാണല്ലേ. അപ്പം കഅബ സംരക്ഷിക്കാൻ അല്ലാഹു തആല അയച്ചത് ആരാണ്? പക്ഷികളെയാണ്. അപ്പോൾ എന്താണ് ഇവിടെ ഉള്ളത്? ഈ ആണ് ഇവിടെ ഉള്ളത്. അത് നമ്മൾ ഇവിടെ എഴുതി കൊടുക്കുന്നു. അടുത്ത ചോദ്യം എന്താണ്? നബിദിനം ആഘോഷിക്കുക. നബിദിനം ആഘോഷിക്കുക എന്നുള്ളത് എന്താണ്? നബിദിനം ആഘോഷിക്കുന്നത് ആരാഘോഷിക്കുന്നത്? ലോക മുസ്ലിങ്ങളാണ് ആഘോഷിക്കുന്നത് അല്ലേ. ലോക മുസ്ലിങ്ങൾ നബിദിനം ആഘോഷിക്കുന്നു. അപ്പോൾ സി ആണുള്ളത്. സി നമ്മളിവിടെ എഴുതി കൊടുക്കുന്നു. അപ്പോൾ ഈ രൂപത്തിൽ ചെയ്താൽ ഇത് മുഴുവൻ മാർക്ക് കിട്ടും. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ 2 ഐറ്റം ചോദ്യങ്ങളൊന്ന് ചേരുമ്പോൾ ചേർക്കുക എന്നുള്ളതും അതിനു മുമ്പ് ശരി ഉത്തരത്തിൻ്റെ കോളത്തിൽ ടിക്ക് മാർക്ക് ഇടുക എന്നുള്ളതും ഉത്തരം അവിടെ ഉള്ളതാണ്. അത് നമ്മൾ തെറ്റിക്കാതെ നോക്കുകയാണെങ്കിൽ നമുക്ക് പരമാവധി മാർക്കുകൾ നേടാൻ കഴിയും. അപ്പോൾ ഇത് വളരെ സൂക്ഷിച്ചുകൊണ്ട് തന്നെ ചെയ്യട്ടോ. ഇനി അടുത്ത ചോദ്യം വരുന്നത് പൂരിപ്പിക്കുക എന്നുള്ള ചോദ്യമാണ്. പൂരിപ്പിക്കുക. അസ്സലാമു അലൈന വഅല ഡാഷ് അസ്സാലിഹീൻ. എന്താണ് അസ്സലാമു അലൈന വഅല? പറഞ്ഞു നോക്കൂ. വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ അല്ലേ. അസ്സലാമു അലൈന വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ. അപ്പോൾ അത് കാണാൻ കിട്ടുമെന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. അടുത്തത് അല്ലാഹുമ്മ ഫ്തഹ്ലി ഡാഷ് റഹ്മത്തിക്ക. എന്താണ്? പറഞ്ഞു നോക്കൂ. കിട്ടുന്നത് ആരൊക്കെയാണെന്ന് നോക്കാമല്ലോ. ഒന്ന് പറഞ്ഞു നോക്കൂ. അല്ലാഹുമ്മ ഫ്തഹ്ലി അബ്വാബ റഹ്മത്തിക്ക എന്നുള്ളതാണ്. അല്ലാഹുമ്മ ഫ്തഹ്ലി അബ്വാബ റഹ്മത്തിക്ക. അടുത്തത് റബ്ബിർഹംഹുമ കമാ ഡാഷ് സഗീറ. എന്താണ്? റബ്ബിർഹംഹുമ പറഞ്ഞു നോക്കൂ. റബ്ബിർഹംഹുമ കമാ റബ്ബയാനി സഗീറ അല്ലേ. അടുത്തത് അല്ലാഹുമ്മ ഡാഷ് ഫീമൻ ഹദൈത്ത്. എന്താണ്? പറഞ്ഞു നോക്കൂ. അല്ലാഹുമ്മ കുനൂത്ത് അറിയില്ലേ? പറഞ്ഞു നോക്കൂ. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത്ത്. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത്ത്. അടുത്തത് അസ്സലാത്തു ഇമാദുദ്ദീൻ ഡാഷ് ദീനിൻ്റെ തൂണാണ്. എന്തിനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത്? നേരത്തെ നമ്മൾ ചോദ്യം കണ്ടിട്ടുണ്ടായിരുന്നു. എന്താണ്? അസ്സലാത്തു ഇമാദുദ്ദീൻ, നിസ്കാരം ദീനിൻ്റെ തൂണാണ് അല്ലേ. അപ്പോൾ അതൊക്കെ അറിയാമല്ലോ. ഒക്കെ എല്ലാം കിട്ടിയില്ലേ? കിട്ടിയ ആളുകൾക്ക് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കൂട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം എത്ര ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടൊക്കെ നോക്കാമല്ലോ. ഇനി മറ്റൊരു ചോദ്യ പേപ്പറിൽ നമുക്ക് നോക്കാം എന്താണ് ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക എന്നുള്ള ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ്. ഓരോന്ന് വായിച്ചു നോക്കല്ലേ. ഫാത്തിമത്തുൻ ബിന്തുൻ സഗീറത്തുൻ. പെൺകുട്ടി എന്നതിൻ്റെ അറബി പദം എന്താ? ഫാത്തിമത്തുൻ ബിന്തുൻ സഗീറത്തുൻ എന്നുള്ളതിൽ പെൺകുട്ടി എന്ന അറബി പദം അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഏതാണെന്നുള്ളതാണ്. ഫാത്തിമ എന്നുള്ളത് എന്താ? ഫാത്തിമ തന്നെയാണല്ലേ. സഗീറത്ത് തന്നെ എന്താ? ചെറിയത് എന്നുള്ളതാണ് പഠിച്ചത്. അപ്പോൾ അതിൻ്റെ ഇനി പെൺകുട്ടീൻ്റെ അർത്ഥം എന്താണ്? ബിന്തുൻ എന്നാണല്ലേ. അപ്പോൾ ഫാത്തിമ ബിന്തുൻ സഗീറത്തുൻ എന്നതിൽ ബിന്ത് എന്നതാണ് പെൺകുട്ടി എന്നുള്ളത് കേട്ടോ. ബിന്ത് എന്നുള്ളതാണ് പെൺകുട്ടി. അപ്പോൾ നമ്മൾ ഇവിടെ എടുത്ത് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. അടുത്തത് കുനൂത്ത് ഓതേണ്ട നിസ്കാരത്തിൻ്റെ പേരെന്താ? നേരത്തെ നമ്മൾ പറഞ്ഞാണല്ലേ. കുനൂത്ത് ഓതേണ്ട നിസ്കാരത്തിൻ്റെ പേരിൻ്റെ എന്താണ്? സുബ്ഹ നിസ്കാരമാണ് കുനൂത്ത് ഓതേണ്ട നിസ്കാരം അല്ലേ. അടുത്തത് എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ് ആര്? ആരെക്കുറിച്ചാണ് അങ്ങനെ പറയാറുള്ളത്? നമ്മൾ ഒരുപാട് പഠിച്ചതാണ് അല്ലേ. നേരത്തെ നമ്മൾ കണ്ടതാണ്. എന്താണ്? അള്ളാഹു അല്ലേ. അള്ളാഹു ആണ് എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും. അടുത്തത് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ സത്യസന്ധത കാരണം നല്ലവരായി മാറിയ ആര്? ആരാണ് നല്ലവരായി മാറിയത്? ഷെയ്ഖ് ജീലാനി സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അല്ലേ, സ്വർണം കയ്യിലുള്ളത് വിളിച്ച് പറഞ്ഞപ്പോൾ എന്താണ് ഉണ്ടായത്? കൊള്ളക്കാർ എന്തായി? നല്ലവരായി മാറി. പിന്നെ നാട്ടുകാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച പേരെന്താ? എന്താണ് നാട്ടുകാരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ടുണ്ടായിരുന്നത്? അൽ അമീൻ എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുമെന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. അൽ അമീൻ എന്നൊക്കെ എഴുതാൻ അറിയണം. അൽ അമീൻ എന്നിങ്ങനെ എഴുതുക എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അറിയുമെന്ന് ഉറപ്പ് വരുത്തുക. മറ്റൊരു ചോദ്യപേപ്പറിൽ നമുക്ക് നോക്കാം. ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാമെന്നുള്ള ചോദ്യപേപ്പർ. എല്ലാ ജീവികൾക്കും ഭക്ഷണം നൽകുന്നത് ആര്? ആരാ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നത്? അള്ളാഹു തആലയാണ് അല്ലേ.
അടുത്ത ചോദ്യം, ഷേഖ് ജീലാനി റളിയല്ലാഹു അൻഹു അറിവ് നേടാൻ പോയി എവിടേക്ക്? നമ്മൾ ഒരുപാട് വട്ടം ഈ ചോദ്യപേപ്പറിൽ തന്നെ കണ്ടു. എവിടേക്കാണ് അറിവ് നേടാൻ പോയത്? ബഗ്ദാദിലേക്കാണ് പോയത് അല്ലേ, ബഗ്ദാദ്. അടുത്ത ചോദ്യം, ഇശാ നിസ്കാരം എത്ര റക്അത്താണ്? എത്ര റക്അത്താണ് ഇശാ നിസ്കാരം? നിങ്ങളൊക്കെ എത്ര നിസ്കരിക്കാറുള്ളത് ഒന്ന് പറഞ്ഞു നോക്കൂ. ശരിയാണോ നോക്കാമല്ലോ. എത്രയാണ്? 4 റക്അത്താണ് ഇശാ നിസ്കാരം ഉള്ളത് അല്ലേ. അടുത്ത ചോദ്യം, നാട്ടുകാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച പേര് നേരത്തെയും കണ്ട തന്നെയാണ്. എന്താണ് പേര്? എന്താ വിളിച്ചത്? അൽ അമീൻ അല്ലേ. അപ്പോൾ അൽ അമീൻ എഴുതാൻ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. അടുത്ത ചോദ്യം, വിദ്യാർത്ഥി എന്നതിൻ്റെ അറബി പദം എന്താ? എന്താണ് വിദ്യാർത്ഥി എന്നുള്ളതിന് അറബിയിൽ എന്താ പറയുക? പറഞ്ഞു നോക്കിയാണ്. ത്വാലിബുൻ അല്ലേ. ത്വാലിബുൻ എന്നാണ് വിദ്യാർത്ഥി എന്നുള്ളതിന് അറബിയിൽ പറയാം. ഇനി അടുത്ത ചോദ്യങ്ങൾ വരിക ഒറ്റ വാചകത്തിൽ ഉത്തരം ചെയ്താലുള്ള ചോദ്യങ്ങളായിരിക്കും. കുറച്ച് വലിയ ഉത്തരങ്ങളാണ് എഴുതേണ്ടത്. എന്താണ്? മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ത്? എന്താണ് മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? നിങ്ങളൊക്കെ പ്രാർത്ഥിക്കാറുണ്ടോ? എന്താണ്? റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് അല്ലേ. അടുത്ത ചോദ്യം, ഈമാൻ കാര്യങ്ങളിൽ 5-ാമത്തേത് എന്ത്? എന്താണ് ഈമാൻ കാര്യങ്ങൾ 5-ാമത്തേത്? പറഞ്ഞു നോക്കൂ, പറയൂ. അന്ത്യനാളിൽ വിശ്വസിക്കുക. അപ്പോൾ ഈമാൻ കാര്യങ്ങളിൽ എത്ര ഉണ്ട് എന്നുള്ളതും ഓരോന്നും എന്താണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. 5-ാമത്തേത് എന്താണ്? അന്ത്യനാളിൽ വിശ്വസിക്കലാണ് കേട്ടോ. അപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടല്ലോ അല്ലേ എല്ലാവർക്കും. പിന്നെ മോനെ കളവ് പറയരുത് ആരോട് പറഞ്ഞു? ആരാണ് മോനെ കളവ് പറയരുതെന്ന് പറഞ്ഞ് വിട്ടിട്ടുണ്ടായിരുന്നത്? ഓർമ്മ ഉണ്ടോ? പറഞ്ഞു നോക്കിയാണ്. ആരാണ്? ഉമ്മയാണ് പറഞ്ഞത് അല്ലേ. ഉമ്മാൻ്റെ പേരെന്തായിരുന്നു? ഫാത്തിമ. ആരോടാ പറഞ്ഞത്? ഷേഖ് ജീലാനി എന്നവരോടല്ലേ. അപ്പോൾ ഷേഖ് ജീലാനിയുടെ ഉമ്മ ഷേഖ് ജീലാനി എന്നവരോട് പറഞ്ഞതാണ്. അപ്പോൾ ഉമ്മൻ്റെ പേരും ഷേഖ് ജീലാനി എവിടാണ് പറഞ്ഞതെന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക കേട്ടോ. അടുത്ത ചോദ്യം, അല്ലാഹു തആല നമുക്ക് നാവ് തന്നത് എന്തിനാ നമുക്ക് നാവ് തന്നത്? നമുക്കൊരു പാട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ. എന്തിനാ നാവ് തന്നത്? സത്യം പറയാൻ, ദിക്ർ ചൊല്ലാൻ അല്ലേ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ചെവി എന്തിനാണ്, കണ്ണ് എന്തിനാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. അടുത്ത ചോദ്യം, അറബിയിലേക്ക് വിവർത്തനം ചെയ്യുക. മുഹമ്മദ് നല്ല കുട്ടിയാണ്. മുഹമ്മദ് നല്ല കുട്ടിയാണ് നമ്മൾ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ടാവില്ല. നമ്മളെ പാഠത്ത് പറഞ്ഞ ജാബിറുൻ എന്നുള്ള രൂപത്തിലേക്ക് പറഞ്ഞിട്ടുണ്ടാവില്ലേ. അപ്പോൾ ജാബിറിൻ്റെ പേര് മാറ്റി മുഹമ്മദ് എന്നാക്കിയാൽ മതി അല്ലേ. വളരെ ഈസിയാണ്. അപ്പോൾ എങ്ങനെയാണത് പറയുക? എങ്ങനെയാണ്? ജാബിർ നല്ല കുട്ടിയാണെന്ന് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ജാബിറുൻ വലതുൻ സ്വാലിഹുൻ എന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ മുഹമ്മദ് എന്നാക്കുന്നു വലതുൻ സ്വാലിഹുൻ അല്ലേ. മുഹമ്മദുൻ വലതുൻ സ്വാലിഹുൻ കേട്ടോ. ഈ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത ഒരു ചോദ്യപേപ്പറിലെ ചോദ്യം നോക്കുകയാണെങ്കിൽ ഒറ്റ വാചകത്തിൽ ഉത്തരം ചെയ്താലുള്ള ചോദ്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഈമാൻ കാര്യങ്ങളിൽ 5-ാമത്തേത് ഏതാണെന്ന ചോദ്യം വീണ്ടും വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ കണ്ടത് തന്നെയാണ്. എന്താണ്? അന്ത്യനാളിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് അല്ലേ. അന്ത്യനാളിൽ വിശ്വസിക്കലാണ് ഈമാൻ കാര്യങ്ങളിൽ 5-ാമത്തേത്. അടുത്ത ചോദ്യം എന്താ? വീട്ടിൽ കയറുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ ഏതാണ്? ഏത് ദിക്ർ ചൊല്ലിയിട്ടാണ് വീട്ടിൽ കയറേണ്ടത്? വീട്ടിൽ കയറുന്ന സമയത്ത് ചെല്ലേണ്ടത്, പള്ളിയിൽ കയറുന്ന സമയത്ത് ചെല്ലേണ്ടത്, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. വീട്ടിൽ കയറുമ്പോൾ എന്താ ചൊല്ലേണ്ടത്? ബിസ്മില്ലാഹി വലജ്ന, പിന്നെ ബിസ്മില്ലാഹി ഖറജ്ന വഅലാ റബ്ബിന തവക്കൽന അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ എഴുതാൻ കൂടി പഠിക്കണം കേട്ടോ. നമ്മൾ കാണാതെ പഠിച്ചിട്ടുണ്ടാവും എല്ലാവരും അല്ലേ. എല്ലാവരും പഠിച്ചിട്ടില്ലേ? കാണാൻ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ എഴുതാൻ കിട്ടുമെന്നുള്ളത് കൂടി ഉറപ്പ് വരുത്തുക കേട്ടോ. അടുത്തത്, നിസ്കാരത്തിലെ സലാം വീട്ടേണ്ടത് എങ്ങനെ? നിസ്കാരത്തിൽ സലാം വീട്ടേണ്ടത് എങ്ങനെയാണ്? നിസ്കാരത്തിൽ സലാം വീട്ടേണ്ടത് ഒന്ന് പറഞ്ഞു നോക്കിയാണ്. നിസ്കാരത്തിൽ സലാം വീട്ടേണ്ടത് ഓർമ്മ ഉണ്ടോ? എങ്ങനെ വീട്ടേണ്ടത് നിസ്കാരത്തിൽ സലാം? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ അല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്നിങ്ങനെയാണ് നമ്മൾ സലാം വീട്ടുക. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അടുത്ത ചോദ്യം എന്താണ്? ഗുഹയിൽ കുടുങ്ങിയവർ രക്ഷപ്പെടാൻ എന്ത് ചെയ്തു? ഗുഹയിൽ കുടുങ്ങിയ ആളുകളൊക്കെ രക്ഷപ്പെടാൻ എന്താ ചെയ്തത്? എങ്ങനെയാണ് ഗുഹയിൽ കുടുങ്ങിയ ആൾക്കാർ രക്ഷപ്പെടാൻ? പല രൂപത്തിൽ പ്രാർത്ഥിച്ചേക്കാണല്ലേ. എങ്ങനെയാണ് അത് ചെയ്തിരുന്നത്? എങ്ങനെയാണ്? പല ആളുകളും പല രൂപത്തിലാണ് പ്രാർത്ഥിച്ചത്. എന്താണ്? മുമ്പ് ചെയ്ത സൽക്കർമ്മങ്ങൾ മുൻനിർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചേക്കാണ് ചെയ്തതല്ലേ. ആ രൂപം ഒക്കെ ഓർമ്മ ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കട്ടോ. പിന്നെ വേറെ ചോദ്യമുള്ളത്, ഹൽ തബിയുനി ഷാത്തുൻ. ഇത് ആരോട് ചോദിച്ചു? ഹൽ തബിയുനി ഷാത്തുൻ അല്ലേ. ഈ ആട് നീ വിൽക്കുന്നോ എന്ന് ചോദിച്ചില്ലേ. അത് ആരാണ് ചോദിച്ചത്? ആരോടാണ് ചോദിച്ചത്? ഓർമ്മ ഉണ്ടോ? ഉമർ റളിയല്ലാഹു അൻഹു കുട്ടിയോട് ചോദിച്ചാണല്ലേ. അപ്പോൾ ആരോടാണ് ചോദിച്ചത് എന്നുള്ള സന്ദർഭവും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക കേട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചോദ്യപേപ്പറിൽ നമുക്ക് 2 ചോദ്യപേപ്പറിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ ചോദ്യപേപ്പർ കുട്ടികൾ സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് എഴുതി നോക്കൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ചോദ്യപേപ്പർ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആപ്പ് എടുക്കുക, അതിൻ്റെ എക്സ്പ്ലോർ എന്നുള്ള ഭാഗത്ത് പോയി നോക്കിയാൽ
നിങ്ങൾക്ക് എന്ത് കിട്ടും, നമ്മൾ ഈ പറയപ്പെട്ട ചോദ്യപേപ്പറുകളൊക്കെ PDF ലഭിക്കും. അത് പ്രിൻ്റ് എടുത്ത കുട്ടികളൊന്ന് എഴുതി നോക്കിയാൽ വളരെയധികം ഉപകാരപ്പെടും. പരീക്ഷയെ നേരിടാൻ വളരെയധികം നല്ലൊരു മാർഗ്ഗമാണ്. അപ്പോൾ വേണ്ട ആളുകൾക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കാം. അതുപോലെ തന്നെ ഈ ഒരു രൂപത്തിലുള്ള എല്ലാ വിഷയങ്ങളുടെയും വീഡിയോകൾ ഈ ചാനലുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാം. അതുപോലെ തന്നെ എല്ലാവർക്കും അല്ലാഹു തആല നല്ലൊരു വിജയം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരോടും നന്ദി.